ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി നമുക്ക് കർത്താവ് ദാനമായിട്ട് തന്നു. നമുക്ക് കർത്താവിനോട് എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം. കർത്താവ് നമ്മളെ ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷം പകരുന്നതാണ്. ഇതെല്ലാം നമ്മൾ അറിയുന്നത് ദൈവവചനത്തിലൂടെയാണ്. ഈ തിരുവെഴുത്ത് നമുക്ക് ലഭിച്ചത് എത്ര ഭാഗ്യമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല ദാനങ്ങളെ ഓർത്ത് നമ്മൾ എത്രമാത്രം സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും നമ്മളെ ഉളവാക്കിയ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, അത് നമുക്ക് എത്രമാത്രം അനുഗ്രഹമാണ്. നമുക്ക് ആ കർത്താവിനെ സേവിക്കുവാനും സ്നേഹിക്കുവാനും ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് ആ അറിവാണ് സഹായിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ചിന്തിക്കുന്നു, ത്രിത്വോപദേശം. കാരണം പല നിലകളിൽ അതിനെതിരെയുള്ള അനവധി ഉപദേശങ്ങൾ നിലവിലുള്ളതുകൊണ്ട് യഥാർത്ഥ സത്യം എന്താണെന്ന് തിരുവചനത്തിലൂടെ വ്യക്തമായും കാണേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് വലിയ ഒരു നഷ്ടമുണ്ടാകും. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ത്രിത്വോപദേശത്തിൻ്റെ തെളിവുകളായിട്ട് 7 കാര്യങ്ങൾ നമ്മൾ ആദ്യം കാണുകയുണ്ടായി. അതൊന്ന് സൃഷ്ടിപ്പിൽ ത്രിയേക ദൈവത്തിനുള്ള പങ്ക് എന്നുള്ളതായിരുന്നു. 2 മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ ത്രിയേക ദൈവത്തിൻ്റെ പങ്ക് എന്നുള്ളതായിരുന്നു. 3 മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ത്രിയേക ദൈവം ഇടപെട്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. 4 ബാബേൽ കോട്ട പണിത സമയത്ത് ത്രിയേക ദൈവം ഇടപെട്ടതിനെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. 5 യേശയ്യാ പ്രവാചകൻ്റെ ദർശനത്തിൽ അവിടെ യേശയ്യാവ് ത്രിയേക ദൈവത്തെ കാണുന്നതിനെക്കുറിച്ചും അതിൻ്റെ വിവരണങ്ങളും കാണുകയുണ്ടായി. 6 നമുക്ക് സ്നാനമേറ്റപ്പോൾ നമുക്ക് ലഭിച്ച ഏത് നാമത്തിലായിരുന്നു എന്നുള്ളത്, അവിടെയും ത്രിയേക ദൈവത്തിൻ്റെ പ്രയോഗം നമ്മൾ കാണുകയുണ്ടായി. 7 സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട് എന്നുള്ള വിഷയം നമ്മൾ കാണുകയുണ്ടായി. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ദൈവം ഏകനാണ്, അപ്പോൾ തന്നെ ത്രിയേകനാകുന്നു എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. വീണ്ടും നമ്മൾ കണ്ട ഒരു കാര്യം, അതിൻ്റെ 9 തെളിവുകളാണ് ത്രിയേക ദൈവത്തിൻ്റെ. അത് നമ്മൾ വിഷയാസ്പദമാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ. അത് 1 യേശുവിൻ്റെ സ്നാന സമയത്ത് ത്രിയേക ദൈവം വെളിപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ചാണ്. 2 സഭയുടെ ആത്മീയ പരിപാലനത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ പങ്ക് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 3 ആശീർവാദം പറയുമ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണ് ആശീർവാദം എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. 4 സഭയുടെ ഏകീകരണത്തിൽ നമുക്ക് അല്ലെങ്കിൽ സഭ അതിൻ്റെ ഐക്യതയിലുള്ള നിലനിൽപ്പിൽ ത്രിയേക ദൈവത്തിൻ്റെ പങ്ക് എന്നുള്ള വിഷയം കാണുകയുണ്ടായി. 5 മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ ഇടപെടലുകളും കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കാണുകയുണ്ടായി. 6 വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിൽ ത്രിയേക ദൈവത്തിന് പങ്കുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. 7 മനുഷ്യൻ്റെ രക്ഷാവേലയിലും ത്രിയേക ദൈവത്തിന് പങ്ക് നമ്മൾ കാണുകയുണ്ടായി. 8 യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ പങ്ക് നമ്മൾ കാണുകയുണ്ടായി. 9 നമ്മെ തിരഞ്ഞെടുത്തതിനുള്ള ബന്ധത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ പങ്ക് കാണുകയുണ്ടായി. അപ്പോൾ ഈ ക്ലാസ് ഇന്ന് മറ്റ് 7 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമതായിട്ട് കർത്താവ് തന്നെ ഈ ലോകത്തു നിന്ന് പോകുന്നതിന് മുൻപ് ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു വാഗ്ദത്തമായ വചനമാണ്. യോഹന്നാൻ അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം അവിടെ വായിക്കുന്നത്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ കർത്താവ് പറയാണ്, ഞാൻ പിതാവ് കാര്യസ്ഥൻ. കണ്ടോ, ത്രിയേക ദൈവത്തെ നമുക്കിവിടെ വളരെ ലളിതമായി മനസ്സിലാക്കാം. ചിന്തിക്കുക, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ തരും. അപ്പോൾ പുത്രനോടെ ഉണ്ട്, പിതാവിനോട് ചോദിക്കുന്നു,
മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് ത്രിയേക ദൈവത്തെ വളരെ ലളിതമായി വരച്ച് കാട്ടിയിരിക്കുന്നത് ഇത് കർത്താവ് തന്നെ പറഞ്ഞ ശബ്ദങ്ങളാണ്. അടുത്തത് നമ്മൾ നിത്യതയോടുള്ള ബന്ധത്തിൽ മൂവരും നിത്യരാണ് എന്ന് വചനം വ്യക്തമായും പറയുന്ന കാര്യമാണ്. നമ്മൾ പിതാവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മളത് നമ്മൾ ഒരു രീതിയിൽ ചിന്തിച്ച കാര്യമാണെങ്കിൽ പോലും ഞാൻ അതിനോട് ഒന്ന് രണ്ട് കാര്യം പറയേണ്ടതുള്ളതുകൊണ്ട് പറയുകയാണ്. അവിടെ അതിൻ്റെ 90-ാം സങ്കീർത്തനം മോശയുടെ ഒരു പ്രാർത്ഥനയാണല്ലോ. അവിടെ പറയുന്നത്, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അപ്പം നിർമ്മിച്ച ഈ ദൈവത്തെക്കുറിച്ച്, ഇതെല്ലാം ഉളവാക്കിയ ദൈവത്തെക്കുറിച്ച്, അവിടുത്തെ നിത്യതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് പിതാവിൻ്റെ നിത്യതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. രണ്ടാമത് പുത്രനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും പുത്രനാം ദൈവം, നമ്മൾ വെളിപ്പാട് 1:8 വായിക്കുന്നത്, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്തു. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും അവിടെ നിത്യനാണ്. അപ്പം നമ്മൾ എബ്രായ ലേഖനത്തിലും 13-ാം അധ്യായം 8-ാം വാക്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അപ്പോൾ അവിടുന്ന് നിത്യനായ ദൈവമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ആത്മാവിൻ്റെ പേര് തന്നെ നമ്മൾ എബ്രായർ 9-ാം അധ്യായം 14-ാം വാക്യം അവിടെ വായിക്കുന്നത് എന്താണ്? നിത്യാത്മാവിനാൽ. അപ്പോൾ നിത്യാത്മാവ് എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, അപ്പോൾ കർത്താവിൻ്റെ അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിൻ്റെ നിത്യത എന്നുള്ള വിഷയത്തിൽ നിസ്സന്ദേഹമായിട്ടും വചനം നമുക്ക് പറയുന്ന ആ തെളിവുകളാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് വരുവാനിരിക്കുന്ന നിത്യതയിലും ഈ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വ്യക്തമായിട്ടും കാണാൻ കഴിയും. അതും എത്ര വലിയ കാര്യമാണ്. ഈ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വ്യക്തമായിട്ടും കാണാൻ കഴിയും. അവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജലനദിയും അവൻ എന്നെ കാണിച്ചു. ഇവിടെ കൃത്യമായിട്ട് ത്രിയേക ദൈവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കണേ, വളരെ വ്യക്തമല്ലേ? ഇവിടെ ആരൊക്കെയുണ്ട്? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന ജീവജലനദി. ജീവജലനദി എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യമാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട്? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ത്രിയേക ദൈവം അവിടെയും ഒരുമിച്ചുണ്ട്. ഇനി നമ്മൾ സഭാപണിയിൽ ത്രിയേക ദൈവത്തിൻ്റെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ എബ്രായ ലേഖനം 3-ാം അധ്യായം, അതിൻ്റെ 3-ാം അധ്യായത്തിന് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സഭയുടെ പണി പിതാവ് ചെയ്യുന്നുവെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ വായിക്കാം. ഏത് ഭവനവും ചുമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. അത് നോക്കുക, സർവവും ചമച്ചവൻ ദൈവം തന്നെ. അപ്പം സഭയുടെ യഥാർത്ഥമായ കെട്ടുപണി ദൈവമാണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് വായിക്കുമ്പോൾ അവൻ്റെ ഭവനത്തിലൊക്കെയും മോശെ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന പൃഥ്വിയായിട്ടത്രേ. ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനം ആകുന്നു. അപ്പോൾ സഭയുടെ പണിയോടുള്ള ബന്ധത്തിലും സഭയെ പണിയുന്നത് പിതാവായ ദൈവമായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം നമ്മെ ആ ദൈവത്തിൻ്റെ നിവാസ സ്ഥാനമായ ഭവനമായി
പിതാവായ ദൈവം പണിയുന്നു എന്നാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കാണുന്നത്. രണ്ടാമത് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവിൻ്റെ പ്രസ്താവന അല്ലേ. കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോഴത്തേക്കും മത്തായി 16:18 നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ്. അപ്പോൾ ഇവിടെ ആരാ പണിയുന്നത്? ഇവിടെ പണിയുന്നത് കർത്താവായിട്ടാണ് പറയുന്നത് അല്ലേ. അതേ കാര്യം തന്നെ ചില ആ പാറ പത്രോസ് ആണെന്ന് പറയാറുണ്ട്. എന്നാൽ ആ പത്രോസ് തന്നെ പറഞ്ഞിരിക്കുന്ന വാക്യം വായിക്കുമ്പോൾ നമുക്ക് ആ സംശയം മാറും. അത്രയൊന്നും നമുക്ക് ആഴമായിട്ട് ചിന്തയിലേക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യം വായിക്കുമ്പോൾ പത്രോസ് എന്താ പറയുന്നത്? മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ആരാ പണിയുന്നതെന്ന് പറഞ്ഞേ? കർത്താവായ യേശുക്രിസ്തു. അവനാണ് ജീവനുള്ള കല്ല്. അവിടുത്തെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകൾ എന്നപോലെ ആത്മീയ ഗ്രഹമായി പണിയുക. ആരാ പണിയുന്നത്? കർത്താവായ യേശുക്രിസ്തു. എത്ര ലളിതമായി പിതാവ് പണിയുന്നു, സഭയെ പുത്രൻ പണിയുന്നു. മൂന്നാമത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് പണിയുന്നു എന്ന് നമുക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായം എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ 21 മുതൽ വായിക്കാം. അവരിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. നോക്കുക, ആത്മാവാണ് ഇവിടെ ആ പ്രവൃത്തി ചെയ്യുന്നതെന്നാണ് വചനം പറയുന്നത്. ആത്മാവിനാലാണ് ആ പണി നടക്കുന്നത്. നമ്മുടെ ദൈവനിവാസമാകുന്ന യോഗ്യ നിവാസമാക്കി തീർക്കുവാൻ ഇവിടെ ആത്മാവിനാൽ പണിയുകയാണ്. ആത്മാവ് സഭയെ കെട്ടിപ്പണിയുകയാണ്. എത്ര ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. മൂന്നാമത് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ 1, 2, 3 നാലാമത്തെ കാര്യമാണ് പണിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. അതിലെ 5-ാമത്തെ കാര്യമായി നമ്മൾ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ പങ്ക്. ക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ പങ്ക് നമ്മൾ നോക്കുമ്പോൾ പ്രവാചകനായ യെശയ്യാവ് 53-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. നോക്കുക, അപ്പം ക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ പിതാവാണ് പുത്രനെ തകർത്ത് കളഞ്ഞതെന്നാണ് ഇവിടെ വചനം പറയുന്നത്. നോക്കുക, ആ മരണത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും പിതാവിനാകുന്നുവെന്ന. നോക്കുക, ദൈവം അവനെ തകർത്ത് കളഞ്ഞു. നമ്മൾ എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും അവിടെ വായിക്കുന്നത് പിതാവിനെ കുറിച്ചല്ല, പിന്നെയോ പുത്രനെ കുറിച്ചാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ കർത്താവ് സ്വയം അർപ്പിച്ചു എന്നാണ് പറയുന്നത്. കർത്താവ് തന്നെത്താൻ അർപ്പിച്ചു. ക്രിസ്തു തന്നെത്താൻ അർപ്പിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് പിതാവാണ് തകർത്ത് കളഞ്ഞത്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവാണ് തന്നെത്താൻ അർപ്പിച്ചത്. നമ്മൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇവിടെ ആത്മാവിനാലാണ് ഈ കാര്യം നടന്നതെന്ന്. നമ്മൾ ചിന്തിക്കുക, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം. അപ്പോൾ ഇവിടെ ആത്മാവിനാലാണ് ഇവിടെ ഈ യാഗം നടന്നത് എന്നാണ്. നോക്കുക, ഒന്ന്
പിതാവാണ് അതിൻ്റെ ഉത്തരവാദി. ആ യാഗം അല്ലെങ്കിൽ അവനെ തകർത്ത് കളഞ്ഞത് പിതാവാണെന്നും പുത്രനാണ് അത് ചെയ്തത്, അത് സ്വയം ചെയ്യുകയായിരുന്നെന്നും പരിശുദ്ധാത്മാവാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ പങ്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനിയും കർത്താവിൻ്റെ ഉയർപ്പിൽ ത്രിയേക ദൈവത്തിൻ്റെ പങ്കുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത് എന്തുവാണ്? ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവിടെ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്ന പത്രോസിന്റെ പ്രസംഗത്തിൽ പറയുകയാണ്, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇവിടെ വായിക്കുന്നത് എന്തുവാ? കർത്താവ് സ്വയം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആരെങ്കിലും ഉയർപ്പിക്കുകയായിരുന്നില്ല, കർത്താവ് സ്വയം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു എന്നാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവോടുള്ള ബന്ധത്തിൽ 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, 1 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. കണ്ടോ, ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുക എന്നാൽ ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെട്ടു എന്നായിരുന്നു അർത്ഥം, സാരം. നോക്കുക, അപ്പോൾ കർത്താവിൻ്റെ ഉയർപ്പിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ആത്മാവാണ് കർത്താവിനെ ഉയർപ്പിച്ചത് എന്ന്. നമ്മൾ ചിന്തിക്കണം, ഓരോ കാര്യങ്ങളും എത്ര കൃത്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7-ാമത്തെ കാര്യം, ഇവിടെ നമ്മൾ കർത്താവിൻ്റെ ആശീർവാദത്തിൽ നമ്മൾ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ 2 സ്ഥലത്തും കാണുന്ന ആശീർവാദത്തിൽ നമുക്കറിയാം. നമ്മളിത് പുതിയ നിയമത്തിലൂടെ നമ്മൾ ചിന്തിച്ചതാണ്. നമ്മൾ 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ ഒരിക്കലും വായിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. അപ്പോൾ ഇവിടെ ത്രിയേക ദൈവത്തിൻ്റെ പേരിലാണ് ആശീർവാദം പുതിയ നിയമത്തിൽ എന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതേ പ്രയോഗമായിട്ട് തന്നെയല്ലേ നമ്മൾ പഴയ നിയമത്തിലും സംഖ്യാപുസ്തകം അതിൻ്റെ 6-ാം അധ്യായം, സംഖ്യാപുസ്തകം അതിൻ്റെ 6-ാം അധ്യായം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവയുടെ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇതാ പഴയ നിയമത്തിലെ പുരോഹിതൻ ജനത്തെ ആശീർവദിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒന്ന്, 3 പ്രാവശ്യം ആ കാര്യം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കുക, 3 പ്രാവശ്യം. എന്തൊക്കെയാണ് അവിടുത്തെ വിഷയം എന്ന് നമുക്കറിയാം. ഒന്ന്, യഹോവ നിന്റെ മേൽ പ്രകാശിച്ച് എന്നോട് കൃപയുള്ളവനാകുമാറാകട്ടെ. നിന്റെ മേൽ കൃപയുള്ളവനാകുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി സമാധാനം നൽകട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. അപ്പോൾ ഒന്ന്, കാവൽ, കാക്കുക, കാവൽ, കൃപ, സമാധാനം. അപ്പോൾ ഇവിടെ
പുതിയ നിയമത്തിൽ പറയുന്ന അതേ നിലയിൽ തന്നെ ഇവിടെ നമുക്ക് ആ പ്രയോഗത്തെ കാണാൻ കഴിയുക. ചിന്തിക്കണം. നമ്മൾ ഇതിനു മുൻപ് യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാവ് പറഞ്ഞ കാര്യം നമ്മൾ കണ്ടതാ. അല്ലേ? 3 പ്രാവശ്യം യെശയ്യാ 6-ാം അധ്യായം, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുക. യെശയ്യാ 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്? ഒരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പോൾ ഇവിടെ 3 പ്രാവശ്യം അതേ കാര്യം എടുത്തെടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ചിന്തിക്കുക. ഇവിടെയല്ല എന്തുകൊണ്ട് 4 പ്രാവശ്യം പറഞ്ഞില്ല? ഇത് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം അവിടെ വായിക്കുന്നത് എന്താണ്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉണ്ടോ? ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അവര് ഈ നിലയിൽ ദൈവത്തെ പരിശുദ്ധൻ എന്ന് പറയാൻ 1 പ്രാവശ്യം പറയാൻ പോലെ അല്ല, 3 പ്രാവശ്യം. എന്നാൽ 2 പ്രാവശ്യം പറഞ്ഞാൽ മതിയോ? അല്ല, 3 പ്രാവശ്യം. എത്ര വ്യക്തമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഈ നിലയിൽ അവർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള കൽപ്പന. എന്നിട്ട് അവസാനം നമ്മൾ ഈ സംഖ്യാപുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അവസാനം 27-ാം വാക്യത്തിൽ ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. അപ്പോൾ യഹോവ പറയുകയാണ്, ഇങ്ങനെ എൻ്റെ നാമം അവരുടെ മേൽ വയ്ക്കണം. നാമങ്ങൾ എന്ന് പറയാതെ നാമം എന്നാ പറയുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നാമങ്ങൾ എന്ന് പറഞ്ഞില്ല, നാമം. അപ്പോൾ ഇവിടെ നാമം അവരുടെ മേൽ വെക്കണം. ഈ 3 ആശീർവാദ വാക്കുകളും ചേരുന്നതാണ് യഹോവയുടെ നാമം. അപ്പോൾ ഇവിടെ പറയുന്ന യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഈ 3 കാര്യവും പറയുന്ന ആ ത്രിയേക ദൈവത്തെ ഒന്നായിട്ട് സമാപിച്ചുകൊണ്ടാണ് ഇവിടെ ഈ വാക്യം പറയുന്നത്. നാമങ്ങൾ എന്ന് പറഞ്ഞില്ല, നാമം. ഇത് തന്നെയല്ലേ കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമസഭയ്ക്ക് കൊടുക്കുമ്പോൾ മത്തായി 28:19 നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ പോയി സകല ജാതികളെയും ശിഷ്യരാക്കി അവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്താൻ പറഞ്ഞു. നാമങ്ങളിലാണോ? അല്ല, നാമത്തിൽ. വാസ്തവത്തിൽ ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ ദൈവാത്മ സഹായത്തോടെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് വിധത്തിലുള്ള ദുരുപദേശങ്ങളെയും നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ജഡത്തിൽ അവതരിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ 1 തിമോത്തി 3-ാം അധ്യായം 16-ാം വാക്യം, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതിരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. കണ്ടോ? ദൈവഭക്തിയുടെ മർമ്മം, ദൈവഭക്തിയുടെ മർമ്മം അത് എത്രയോ വലിയത്. യഥാർത്ഥ ഒരു ഭക്തനായി ജീവിക്കുക എന്നുള്ളത് നമ്മൾ തിരുവചനത്തിലൂടെ നമ്മുടെ സത്യദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതാ പ്രിയമുള്ളവരെ. നമ്മളത് അറിയുന്നില്ല എങ്കിൽ നമുക്ക് ശരിയായ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിനെ ആരാധിച്ച് കർത്താവിന് പ്രിയരായി ജീവിപ്പാൻ കഴിയില്ല. അപ്പോൾ ഈ പ്രകാശനം തൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് തരുന്നു എന്നുള്ളത് എത്ര ഭാഗ്യകരമായ കാര്യമാണ്.
അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങൾ 7 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചോട്ടെ. ഒന്ന്, നമ്മൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അങ്ങനെ അയച്ചു തരും. അപ്പോൾ അവിടെ 3 പേരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിത്യതയോടുള്ള ബന്ധത്തിലും നമ്മൾ കണ്ടു, പിതാവ് നിത്യനാണ്, പുത്രൻ നിത്യനാണ്, പരിശുദ്ധാത്മാവ് നിത്യനാണ്. മൂന്നാമത് നമ്മൾ കണ്ടത് നിത്യതയിൽ എന്ന് പറയാൻ വരാനിരിക്കുന്ന നിത്യതയിലും ഈ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ കാണുകയുണ്ടായി. പിതാവും പുത്രനും സിംഹാസനത്തിലിരിക്കുന്നു. സിംഹാസനങ്ങളിലല്ല, സിംഹാസനത്തിൽ, അവിടെയും ഏകവചനത്തിലാണ്. എന്നിട്ട് അവിടെ നിന്നും ജീവജല നദി പുറപ്പെടുന്നു. അവിടെ ത്രിയേക ദൈവത്തെ നമ്മൾ കണ്ടു. അപ്പോൾ വീണ്ടും നമ്മൾ നാലാമതായിട്ട് നമ്മൾ കണ്ടത് സഭയുടെ പണിയിൽ പിതാവാണ് എല്ലാം പണിയുന്നത്. പിതാവായ ദൈവമാണ് സഭയെ പണിയുന്നത് നമ്മൾ കണ്ടു. പുത്രനായ യേശുവാണ് സഭയെ പണിയുന്നത് നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവാണ് സഭയെ പണിയുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ട്. അഞ്ചാമത് നമ്മൾ കണ്ടത് ക്രിസ്തുവിൻ്റെ യാഗ മരണത്തിലാണ്. ഇവിടെ പിതാവാണ് പുത്രനെ തകർത്തത് എന്ന് യേശയ്യാ പ്രവചനാത്മാവിൽ യേശയ്യാവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ കർത്താവ് തന്നെ താൻ അർപ്പിക്കുകയായിരുന്നു, താൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് സ്വയം മരിക്കുകയായിരുന്നു എന്ന് നമ്മുടെ എബ്രായർ 9:28 വായിക്കുകയുണ്ടായി. മൂന്നാമത് നമ്മൾ അതിൽ കണ്ടത് നിത്യാത്മാവിനാലാണ് അവിടെ തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ചത് എന്ന് നമ്മൾ ത്രിയേക ദൈവം യാഗമരണത്തിലുള്ളത് അവരുടെ പങ്ക് നമ്മൾ കാണുകയുണ്ടായി. ആറാമതായി നമ്മൾ കണ്ടത് കർത്താവിൻ്റെ ഉയർപ്പിലാണ്. പിതാവായ ദൈവമാണ് 3-ാം ദിവസം ഉയർപ്പിച്ചത് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ അതേ സ്ഥാനത്ത് കർത്താവ് സ്വയം ഉയർക്കുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. എന്നാൽ പരിശുദ്ധാത്മാവിനാലാണ് ജീവിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടു. ഇവിടെയും ഉയർപ്പിലും ത്രിയേക ദൈവത്തിൻ്റെ പങ്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവസാനം ആശീർവാദത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ അത് കണ്ടത്. പുതിയ നിയമത്തിൽ നമ്മൾ ഈ ആശീർവാദം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണ് എന്ന് നമുക്കറിയാം. എല്ലാ കൂട്ടായ്മകളും കൂടി അവസാനം ഈ ആശീർവാദ വാക്കുകൾ നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം, കൂട്ടായ്മ. നമ്മൾ ചിന്തിക്കണം, ഈ ആശീർവാദത്തിൻ്റെ അതേ രൂപത്തിലുള്ള ആശീർവാദം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങളുടെ മേൽ മഹാപുരോഹിതൻ നൽകുമായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു വ്യവസ്ഥ ദൈവത്തിനുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുകയുണ്ടായി. അവിടെയും വായിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞത് നമ്മൾ കാണുകയുണ്ടായി. ഇവയെല്ലാം ഇങ്ങനെ എൻ്റെ നാമം അവരുടെ മേൽ വയ്ക്കണം, തൻ്റെ ജനത്തിന് മേൽ ഈ ത്രിയേക ദൈവത്തിൻ്റെ മേലുള്ള ആശീർവാദം വയ്ക്കണം, അങ്ങനെ ഞാൻ അവരെ അനുഗ്രഹിക്കുന്ന ദൈവം പറയുന്നത് എത്ര വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, യഥാർത്ഥ ഭക്തന് ഗ്രഹിച്ചറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെയെല്ലാം ചിന്തിച്ചത്. ത്രിയേക ദൈവത്തെക്കുറിച്ച് സാമാന്യ നിലയിൽ നമുക്കൊരു നല്ല അറിവ് ഈ ക്ലാസ്സുകളിലൂടെ ലഭിച്ചു കാണും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. എത്രയോ കാര്യങ്ങളിലൂടെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഇനിയും മറ്റ് നിലയിലുള്ള ദുരുപദേശങ്ങളിൽ പെട്ട് വഞ്ചിക്കാതിരിക്കുവാൻ നമ്മളെ തന്നെ ഈ വചനങ്ങളിൽ വീണ്ടും വീണ്ടും അത് വായിച്ച് ധ്യാനിച്ച് അതിൽ ഉറപ്പുവരുത്തേണ്ടത് ഭക്തന്മാരുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഒരു യഥാർത്ഥമായ ദൈവഭക്തനായി കർത്താവിനെ സ്നേഹിക്കാനും സേവിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും കർത്താവ് കൃപ നൽകട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.